സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരം, ഒട്ടകത്തിന്റെ സംസാരം, കഴുതയുടെ സംസാരം, മരത്തിന്റെ സംസാരം, അചേതന വസ്തുവിന്റെ സംസാരം, അതല്ലേ നമ്മൾ മൗലിദിൽ ചൊല്ലുന്നത്. വാതാക്കൽ ഉദു യബ്കി വാതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദകല്ലബിയുൻ നുഫൂറു. മാൻപേട സംസാരിച്ചു കാവൽ ചോദിച്ചു വന്നതല്ലേ പറയുന്നത്. അതേ മരത്തടി, മരക്കൊള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിന്നിരുന്ന മരത്തടി. നേരത്തെ മിമ്പർ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ്, 3 സ്റ്റെപ്പുള്ള മിമ്പർ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് മദീന പള്ളിയിൽ ചാരി വെച്ചിരുന്ന മരത്തടി, ആ മരത്തടി ഒന്ന് മാറ്റിയിട്ട് മദീന പള്ളിന്റെ ചെരുവിലേക്ക് വെച്ചിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ കാണും പോലെ 3 സ്റ്റെപ്പും ഒരു മുസ്തറാഹമുള്ള പുതിയൊരു മിമ്പർ കൊണ്ടുവന്നപ്പോ തങ്ങളാ പുതിയ മിമ്പറിൽ കയറിയിട്ട് ഖുതുബ തുടങ്ങിയപ്പോഴേക്ക് അതാ ഫഹന്ന ഹനീന സ്വബിയി, കുട്ടി കരയും പോലെ കരച്ചില് മദീന പള്ളിയുടെ ചെരുവിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപോയി. തങ്ങൾ മിമ്പറിൽ നിന്ന് തായോട്ടിറങ്ങിയിട്ട് അതിൻ്റെ മേലെ കൈവച്ചിങ്ങനെ കുട്ടികളെ ആശ്വസിപ്പിക്കും പോലെ സമാധാനിപ്പിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സ്പർശിച്ച് വലിയ അനുഗ്രഹം നേടിയ മരത്തടി എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ. കുറച്ചു കാലമല്ലേ കിട്ടിയത്. അവിടുത്തെ ദിക്റും അവിടുത്തെ ഖുതുബയും കുറെക്കാലം കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു റിവായത്തിൽ കാണാം, ഒരു റിപ്പോർട്ടിൽ കാണാം, ആ മരത്തടിയോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ഇവിടെ ഇനിയും എന്റെ സീറ്റാകണമോ, അതല്ല നാളെ സ്വർഗത്തിൽ നിന്റെ താഴ്ഭാഗത്ത് ജനങ്ങളൊക്കെ വിശ്രമിക്കുന്ന നല്ലൊരു മരമാകണമോ? മരത്തടി പറഞ്ഞു, നബിയേ, ദുനിയാവിൽ കുറച്ച് ഞാൻ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ഇനി നാളെ സ്വർഗത്തിൽ എനിക്കൊരു മരമായി കിട്ടിയാൽ മുഅ്മിനീങ്ങൾ എൻ്റെ അടിഭാഗത്ത് വന്ന് വിശ്രമിക്കുകയും നല്ല വർത്തമാനങ്ങൾ പറയുകയും എൻ്റെ കായ്ക്കനികൾ അവർ ഭക്ഷിക്കുകയും ചെയ്യുമല്ലോ. സ്വഹാബത്തിനോട് പറഞ്ഞു, എങ്കിൽ ജന്നത്തുൽ ബഖീയിൽ ഒരു ഖബർ കുഴിച്ചിട്ട് ഈ മരത്തടി കൊണ്ടുപോയി മറവ് ചെയ്യൂ. നാളെ സ്വർഗത്തിൽ ജനങ്ങൾക്കതൊരു സീറ്റാകട്ടെ. അങ്ങനെ സ്വഹാബത്ത് പോയി ഖബർ കുഴിച്ചു, മരത്തടി അവിടെ മറവ് ചെയ്തു എന്ന് റിപ്പോർട്ടിൽ കാണാം. മരത്തടി, ഉണങ്ങിയ മരത്തടിയാണ് സംസാരിക്കുന്നത്. മരത്തിനുള്ള ജീവൻ സാധാരണ പറയാറുള്ളത് അതിന്റെ പച്ചപ്പ് നിലനിൽക്കുമ്പോഴാണ്. ഇത് പച്ചപ്പൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമാനമാണ്. ആ ബഹുമാനം പറഞ്ഞാൽ തീരുകയില്ല. എല്ലാ ജീവികളും തങ്ങളോട് സംസാരിച്ചില്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം 3 ദിവസം തങ്ങൾ താമസിച്ച ഗുഹയാണ് ഗാർ സൗർ. ഗാർ സൗർ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പം. സിദ്ദീഖ് റളിയല്ലാഹു ഗുഹയൊക്കെ നന്നാക്കി ദ്വാരങ്ങളൊക്കെ അടച്ച് അവസാനം ഒരു ചെറിയ ഒരു പൊത്ത് അടക്കാൻ ശീലയും മറ്റൊന്നും കിട്ടാതിരുന്നപ്പോ ആ ഭാഗത്തേക്ക് പതുക്കെ കാല് വെച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ചാരിയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളിലേക്ക് വിളിച്ച് തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു. കിടന്നിട്ട് അങ്ങനെ ഉറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിൽ പാമ്പ് വന്നിട്ട് ആഞ്ഞു കൊത്തുന്നു. കുറെ നേരം അങ്ങ് കൊത്തിയപ്പോ വേദന സഹിക്കാൻ കഴിയാതായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു കരഞ്ഞുപോയി. കണ്ണീരുറ്റിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു കരയാണ്. എന്താന്ന് ചോദിച്ചപ്പോ പാമ്പ് കടിച്ച വിവരം പറഞ്ഞു. കാലെടുക്കാൻ പറഞ്ഞു. കാലെടുത്തപ്പോ ഉള്ളിലുള്ള പാമ്പെന്താ സംസാരിക്കുന്നതെന്ന് അറിയോ? കുന്തു മുഷ്താഖത്തൻ ഇലൈഹി മുന്ദു കദാ സിനീൻ. ഇമാം റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയാണ്. വേറെ റിപ്പോർട്ടിൽ 30 വർഷമായി ഞാൻ ഈ ഗുഹക്കുള്ളിൽ താമസിക്കുന്നു. ഈ ഗുഹക്കുള്ളിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയത് ഇന്നലെയല്ല, വർഷങ്ങളോളമാണ്. ഫലിമ ഹജബ്തനീ അൻഹു, മുത്തുനബിയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാ നിങ്ങൾ എന്നെ തടഞ്ഞത്? എന്തിനാ നിങ്ങൾ എനിക്ക് മറയിട്ടത്? അതിനാണ് ഞാൻ കൊത്തിയത്. ഇത് കൊത്താൻ പാടുള്ളൊരു കാലല്ല എന്നെനിക്കറിയാം, ബഹുമാനമുള്ള കാലാണെന്നറിയാം. പക്ഷേ എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണമെന്നാണ്. തങ്ങൾ ഈ ഗുഹയിലേക്ക് വന്നു ചേരുമെന്ന് അറിഞ്ഞതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ താമസിച്ചപ്പോ എന്തിന് നിങ്ങൾ എന്നെ മറയിട്ടു? ഒരുപാട് ദ്വാരങ്ങൾ ഞാൻ കൊത്തിയുണ്ടാക്കിയിരുന്നു, പലതും നിങ്ങൾ അടച്ചില്ലേ? ഒന്ന് അടക്കാനുള്ള ശീല തികയാതിരുന്നപ്പോ നിങ്ങൾ കാലുകൊണ്ടത് മറച്ചില്ലേ? ഏതെങ്കിലും ഒന്നിലൂടെ കാണാനുള്ള ചാൻസ് നോക്കുമ്പോ എല്ലാം നിങ്ങൾ അടച്ചിട്ടുണ്ട്. അവസാനം ഞാൻ ഇതിലേക്ക് വന്നു നോക്കുമ്പോ കാലുകൊണ്ട് നിങ്ങൾ മറച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ കൊത്തിയത്. സംസാരിച്ചു പോയി. ദീവികൾ എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ അമാനുഷിക സ്വഭാവങ്ങൾ, അള്ളാഹു നൽകിയ ബഹുമാനങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയേ തങ്ങൾക്ക് നാം ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ധാരാളം ധാരാളം തന്നിരിക്കുന്നു. എത്രേ അത് പറയാനോ എണ്ണി തീർക്കാനോ കണക്ക് കൂട്ടി എഴുതി തീർക്കാനോ കഴിയില്ല. ധാരാളം